ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അജയ് സിദ്ധാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ടെലഗ്രാം ബാൻ ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ഇനി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്, നിയമ നടപടികളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ റീസൺസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി വരുന്ന അപ്ഡേറ്റ്സ്, എത്ര കാലം ഈ ഒരു ബാനിങ്ങും കാര്യങ്ങളും ഉണ്ട്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, എന്തെങ്കിലും സെറ്റിങ്സോ കാര്യങ്ങളോ ഒക്കെ ഇനി അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ, എൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യാം. അപ്പോൾ ഞാൻ അജയ് സിദ്ധാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം, ടെലഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഷോ കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണും. നമ്മൾ എത്ര ആക്സസ് ചെയ്യാൻ നോക്കിയാലും ആ ഒരു സെറ്റിങ്സ് മാറുന്നില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാം താൽക്കാലികമായിട്ടൊരു ബാനിലാണ്. നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ്റെ ഒരു ഇഷ്യൂ കാരണം നമ്മുടെ ടെലഗ്രാം കൂടെയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെലഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട്, തൽക്കാലമായിട്ട് ജൂൺ 16 തൊട്ടിട്ട് 22 തീയതി വരെ, നമ്മുടെ നീറ്റ് എക്സാം 21-നാണല്ലോ, അപ്പോൾ 22 തീയതി വരെ എന്ത് ചെയ്തിട്ടുണ്ട്, താൽക്കാലിക ഒരു ബാന് നമ്മുടെ ടെലഗ്രാമിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ടേമിൽ നമുക്കറിയാം ആ ഒരു എക്സാം പേപ്പർ ചോർന്നതും അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ പല ന്യൂസുകളിലും എല്ലാ ചാനൽസിലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ടെലഗ്രാമിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വിചാരിക്കും, ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും മറ്റ് പല സോഷ്യൽ മീഡിയാസിലൂടെയും ഈ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അത്തരം ആപ്ലിക്കേഷനൊന്നും ഈ ഒരു സംഭവം കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ടെലഗ്രാമിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രൈവസിയാണ്. നിങ്ങൾക്കറിയാം, പ്രൈവസി എന്ന് പറഞ്ഞാൽ അട്ടർ പ്രൈവസി. നമ്മുടെ എന്ത് മെസ്സേജ് അയച്ചാലും അതുപോലെ തന്നെ സംഭവങ്ങളൊന്നും മറ്റൊരു പ്രൊവൈഡറിനും കിട്ടുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ഒരാൾക്കും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, അത്തരം ഒരു പ്രൈവസീൻ്റെ ഒരു വളരെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം. നമുക്കറിയാം, അതിൻ്റെ ഫൗണ്ടറും കാര്യങ്ങളൊക്കെ റഷ്യക്കാരനായിരുന്നു. അങ്ങനെ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ യുക്രൈനുകാരുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ റഷ്യ ചോദിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു മോട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു മൊറാലിറ്റി വിട്ടു കൊടുക്കാതെ ആ ഒരു സംഭവം കീപ്പ് ചെയ്തു. പ്രൈവസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അട്ടറായിട്ട് തന്നെ അദ്ദേഹം അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ റീസെൻ്റ്ലി ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ റെസിഡൻസി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നൗ ഐ തിങ്ക് ഹീസ് ഇൻ ദുബായ് ഓർ സംഭവം ലൈക്ക് ദാറ്റ്. സോ നമ്മൾ പറഞ്ഞു വരുന്ന അതാണ്, ഈ മെയിനായിട്ട് ഇത്തരം കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ടെലഗ്രാമിലൂടെയാണ്. ഇത് മാത്രമല്ല, നമ്മൾ ഈ ഒരു എക്സാം പേപ്പർ ചോർന്നത് മാത്രമല്ല ഇഷ്യൂസ്. നമുക്കറിയാം, പല കാര്യങ്ങൾ, ഏറ്റവും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്കറിയാം ഒരുപാട്. നമുക്കിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ടെലഗ്രാമിലൂടെ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ്, പല സൈറ്റുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് എതിരായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട്. അതേപോലെ തന്നെ മറ്റ് നമ്മുടെ രാജ്യത്തിന് ദോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എല്ലാത്തിനും എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈവസീൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത്. കാരണം വാട്സപ്പിലൊന്നും അത്രയും ഒരു പ്രൈവസി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ടെലഗ്രാമിൽ നമുക്കറിയാം, ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. റീസെൻ്റ്ലി ആയിട്ടും നമ്മൾ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് പൈസ തട്ടിയിട്ട് നിന്ന്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റിങ്, മറ്റേ ബിറ്റ് കോയിൻസ്, അതുപോലത്തെ ഒരുപാട് മണി ലോണ്ടറിങ്, അല്ലെങ്കിൽ പൈസ വെച്ച് കളിച്ചിട്ടോ, അല്ലെങ്കിൽ പല ആളുകൾക്കും അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ ആക്സസും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തെടുക്കുകയും ഒരുപാട് അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു താൽക്കാലിക ബാന് നമ്മൾ കൊടുത്തിട്ടുള്ളത് നീറ്റ് എക്സാമിൻ്റെ ദിവസം വരെയാണ്. അല്ലെങ്കിൽ നീറ്റ് എക്സാം 21-നാണ് കഴിയുന്നത്. അപ്പോൾ 22-നാണ് നമ്മുടെ ഈ ഒരു താൽക്കാലിക ബാൻ ഒഴിവാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പക്ഷേ നമ്മുടെ എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. നമുക്ക് സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മെസ്സേജസ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ജൂൺ 30 വരെ ഡിസേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ എക്സാം പേപ്പേഴ്സിൻ്റെ ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ചാനൽസിന് റീച്ച് കൂട്ടാനും വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ടെലഗ്രാം ആ ഒരു ലോഡിങ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു ഫീച്ചറിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ഇഷ്യൂ. നിങ്ങൾക്ക് അറിയാത്തവർ ഒരുപാട് ആളുകളുണ്ടാവും.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഒരു ടെമ്പററി ബാൻ കഴിയുന്ന വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടെലഗ്രാം ആക്സസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വേറെ ഏതോ തേർഡ് പാർട്ടി സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കുറച്ചും കൂടെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ഇതാണ് ഇഷ്യൂ, നമ്മുടെ ഈ ഒരു നീറ്റ് എക്സാമിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഇത്തരം താൽക്കാലിക ഒരു ബാന് നമ്മുടെ ടെലഗ്രാമിനെ ഏർപ്പെടുത്തി. ബിക്കോസ് ഓഫ് ദ പ്രൈവസി ആൻഡ് വാട്ട് അതിലുള്ള ആ ഒരു എന്താ പറയുക, ഓവർ പ്രൈവസി കാരണം തന്നെയാണ് ഈ ഒരു ഇഷ്യൂ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ഇഷ്യൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല ആളുകൾക്കും അറിയില്ല. ഇനിയിപ്പോൾ യൂസ് ചെയ്തിട്ട് ആ ഒരു സംഭവം വരുമോ, അത്തരം പല ചോദ്യങ്ങളും നമുക്ക് വരും. അൺഫോർച്ചുനേറ്റ്ലി എന്തായാലും വരും. കാരണം നമ്മൾ ഡെയിലി റുട്ടീൻസ് ആയിട്ടും ഒരുപാട് ആളുകൾ ഏണിങ്സ് ചെയ്യുന്നതും നമുക്കറിയാം. ഒരുപാട് ആളുകൾ ഡെയിലി നമ്മൾ വാട്സപ്പിനെ പോലെ തന്നെ നമ്മൾ സെയിം ആസ് വാട്സപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ടെലഗ്രാം. സോ അധികം ആളുകൾക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാനൊരു വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ബിക്കോസ് ഓഫ് ദ issues we found from the telegram. So what do we say? അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സെയിം ആണ്, അജയ് സിദ്ധ് തന്നെയാണ്. സോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എന്ത് ഇഷ്യൂസും ക്വയറീസും ഒക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് കോൺടാക്ട് മീ ഓൺ ഇൻസ്റ്റ. ഫോളോയും കൂടെ ചെയ്തോളൂ, ഫോളോസ് കൂടട്ടെ. ഓക്കെ, അപ്പോൾ അജയ് സിദ്ധാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ വരാം. ബൈ.